അതിന് കോഫി മാത്രം ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അത് നമ്മൾ മണക്കുകയാണെങ്കിൽ കോഫി മണം ഒന്ന് മണത്ത് വെച്ച് കോഫി സ്മെല്ല് അല്ല, കോഫീൻ്റെ കറക്റ്റ് കോഫീൻ്റെ സ്മെല്ലാണ്. നമസ്കാരം, ബേങ്കിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് നമ്മൾ ബുഖാറയിലേക്ക് എത്തിയ വിശേഷങ്ങളാണ്. വൈകുന്നേരം ബുഖാറ സിറ്റിയിലൊക്കെ നമ്മൾ കറങ്ങിയിട്ട് നന്നായി ഉറങ്ങി. രാവിലെ എണീച്ചു. രാവിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഇന്നലെ കണ്ട ഡ്രൈവർ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ഞങ്ങൾ 9 മണിയാകുമ്പോഴത്തേക്ക് ഹോട്ടലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 മണിക്കൂർ ബുഖാറയുടെ ഔട്ട്സ്കേർട്സിലേക്ക് ഒരു ടൂർ ചെയ്യണം. $35. അദ്ദേഹം അത് എഗ്രി ചെയ്തു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം, ലോബിയിലേക്ക് എത്തണം. അപ്പോൾ ഇന്നലെ കണ്ട ഡ്രൈവർ ഇന്ന് രാവിലെ 9:45 എത്തിയിട്ടുണ്ട്. 9:30 തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടപ്പോൾ പറഞ്ഞു, പിന്നെ നമുക്ക് അച്ഛൻ്റെ കാറ് പോയാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ പ്രശ്നമല്ല, അച്ഛൻ്റെ കാറായാലും നിങ്ങളുടെ കാറായാലും ഒന്നും പ്രശ്നമല്ല. അപ്പോൾ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്ന എനിക്ക് വെച്ചാൽ അച്ഛനാണ് വരുന്നത്. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം മൂപ്പർക്ക് ഇംഗ്ലീഷൊന്നും തീരെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ശരിയാവില്ല, നമുക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷേ കാര്യമില്ല. കാരണം നിങ്ങൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ $35 എന്നുള്ളൊരു സംഖ്യയിലെത്തിയത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരിക്കും, വഴിയൊക്കെ അറിയായിരിക്കും, പക്ഷേ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം ഇതെന്താണ് ഏതാണെന്നൊന്നും പറയാൻ മൂപ്പർക്ക് പറ്റില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാനും പറ്റില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പറ്റില്ല നോക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കാറിന് ഇയാളുടെ വല്യച്ഛൻ ഇരിക്കുന്നുണ്ട്. ഈ വല്യച്ഛനാണ് ഈ മുമ്പിലിരിക്കുന്ന ഇയാളെ വല്യച്ഛൻ. ഇയാൾ എന്തൊക്കെയോ റഷ്യയിൽ സംസാരിക്കുന്നുണ്ട്. Бухара – древний город мира. На русском буду говорить, будете понимать? Beautiful. Это сказочный город Востока, 2500 лет городу. Древний город. My grandfather speak Russian. Russian. Еще возник город до нашей эры. Эпохи каменного века, палеолита. Трудновато до них, да? Да, вы правильно. Hi, Slitvana. Hello, how are you? Fine. I need a help from your side. Sure, Can you look at this and tell me what exactly this person is saying? sure, I will. So he says Bukhara is an ancient city and it's 2,500 years old. And he said that this city was found before Christ at Paleolithic time. Okay, yeah, that's all. Thank you. അപ്പോൾ നമ്മൾ അയാളെ ഞാൻ വീട്ടിലാക്കിയിട്ട് വരാം, 5 മിനിറ്റ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ബസാറാണ് കാണുന്നത്, ഓൾഡ് ബസാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വരൂ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി, നമ്മളതുവരെ ഈ ഓൾഡ് ബസാർ ഇതൊന്ന് കാണാം എന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പര് കൊണ്ടാക്കിയിട്ട് വലിച്ചനെ കൊണ്ടാക്കിയിട്ട് വരും. അതുവരെ നമുക്ക് ഈ ഓൾഡ് ബസാർ കാണാം. നമ്മൾ എത്തിയത് ടോപ്പി ടെൽപക് ഫർഷാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി ജനകീയമായ പേര് ടിം അബ്ദുള്ള ഖാൻ ട്രേഡിംഗ് ഡോംസ് എന്നാണ്. നമ്മൾ കാറിൽ വന്നതിനെ കൊണ്ട് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരുപാട് ദൂരെയായിരിക്കും നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് എന്ന്. പക്ഷെ നമ്മൾ ഇന്നലെ പോയ ലാബി ഹൗസ് ഉണ്ടല്ലോ, ആ ലാബി ഹൗസിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് ഈ ട്രേഡിംഗ് ഡോം ഉള്ളത്. ഇന്നലെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ ഉള്ളത്. അവരുടെ പെയിൻറ്റിങ്ങും എക്സിബിഷനും സെയിൽസും ഒക്കെ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ ജെനുവിനിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് തന്നെയാണ് അവർ ആ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. അവരുടെ പെയിൻറ്റിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ വെറുതെ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല അത് ചെയ്യുന്നത്. കാരണം അവരുടെ കല, അതവരുടെ ഇൻബോൺ ടാലൻ്റ് ആണെങ്കിലും അതിനെ റിഫൈൻ ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവരുടെ പെയിൻറ്റിങ്ങിലൂടെ. ഈ പെയിൻറ്റിങ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ പെയിൻറ്റിങ്ങിലും ബുഖാറയുടെ ചരിത്രമാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ സിൽക്ക് റൂട്ട്.
ഈ ട്രേഡിംഗ് ഡോം കവേർഡ് ഏരിയ ആണെങ്കിലും അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ട്. ഇതാണ് ഇവർ പറഞ്ഞത് സിൽക്ക് റൂട്ട് ടീ ഹൗസ്. മറ്റേ ടീമേ അത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും വേണമെങ്കിലേ നല്ല രസമുള്ള സ്ഥലം നോക്കില്ലേ. ഇതെല്ലാം ഹോട്ടലാട്ടോ. ഈ ട്രേഡിംഗ് ഡോംസിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതേപോലെ തന്നെ എനിക്കൊന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഹിസ്റ്ററി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 1571 ഈ ട്രേഡിംഗ് ഡോം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 16th സെഞ്ച്വറി. കോട്ട്, തൊപ്പി, ആട്ടൻതോല്, ടർബൻ തുടങ്ങിയ സാധനങ്ങളായിരുന്നു പോലെ ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ തൊപ്പി വിൽക്കുന്നത് കൊണ്ടാണ് ഈ തോപ്പി ഫർഖാൻ എന്നുള്ള പേര് വന്നതെന്നും ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. നമ്മളീ നടക്കുമ്പോൾ വേറെ വേറെ എൻട്രൻസിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കൂടി ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ ഇതിന് വേറെ വേറെ പേരുകളുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഇവിടുത്തെ സാധനങ്ങളുണ്ടല്ലോ ഒരു രക്ഷയില്ല. സൂപ്പർ ഐറ്റംസ് ആണ് എല്ലാം. നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്ട്സ്, അത്രയ്ക്കും ഭംഗിയുള്ള പ്രോഡക്ട്സ്. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് പോയിന്റ് എപ്പോഴും ബുഖാറയിലായിരിക്കണം. ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ് ടു പർച്ചേസ്. അങ്ങനെ ഞങ്ങൾ ഈ കുറേ മെഡലുകൾ കണ്ടു. പിന്നെ നമുക്ക് കുറേ കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ടുകളെല്ലാം ഉള്ളതുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെഡൽ വാങ്ങിയിട്ടുണ്ട് ഈ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന്. അപ്പൂപ്പൻ ഒന്നിന് 30,000 സോമ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു 6 എടുക്കുക, 6 100,000 സോം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 6 അപ്പൂപ്പൻ തന്നു. ഈ അപ്പൂപ്പനാണ്. ഇത് ഒറിജിനലൊന്നും ആയിരിക്കില്ല, എന്നാലും ഒരു പാക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പാക്കറ്റിൽ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ അവസ്ഥ. നേരെ പകുതി പൈസയ്ക്കാണ് കിട്ടിയത് ഓൾമോസ്റ്റ്. അതിൽ ചില 2-3 കുറച്ച് വലുതുണ്ടായിരുന്നു, അത് മൂപ്പര് തന്നിട്ടില്ല. പിന്നെ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഈ വയസ്സായ ആൾക്കാർ, അതായത് നേരത്തെ ഡ്രൈവറെ വല്യച്ഛൻ, പിന്നെ ഈ കണ്ട അപ്പൂപ്പൻ, എല്ലാവരും വളരെ നീറ്റായിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വാങ്ങണം എന്ന് കൺഫ്യൂഷനായി പോകുന്നു. ഈ ഐറ്റം കാണുമ്പോൾ നമുക്ക് തന്നെ കിളി പോകുന്നു. അപ്പോൾ പെണ്ണുങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഹലോ, നാച്ചുറൽ സ്റ്റോണാ? കലയാട്ടെ. ഇതിൽ ഗവൺമെൻറ് ഈ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഗോതമ്പിൻ്റെ കച്ചീനെ കൊണ്ടാണ്. ആ ഗോതമ്പിൻ്റെ പുല്ലിൻ്റെ അത് ഉണക്കിയിട്ടുള്ള സാധനം, ആ ഗോതമ്പിൻ്റെ കച്ചീനെ കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ റീസെൻ്റായിട്ട് ഞാനിപ്പോൾ ഇന്ത്യയിൽ പോയ സമയത്ത് അവിടെയും ഞാൻ പല സ്ഥലത്തും കണ്ടു ഈ കരിമ്പിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ. ഈ കരിമ്പിൻ്റെ വേസ്റ്റ് എങ്ങനെയോ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ബ്യൂട്ടിഫുള്ളായിട്ട് രാമൻ്റെ അമ്പലം, താജ്മഹൽ, അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ ഫ്രണ്ട് ഋഷി, അവൻ്റെ വീട്ടിൽ ഞാൻ ഈ രാംലല്ല മന്ദിറിൻ്റെ മിനിയേച്ചർ കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്ത് 2 ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ആ ഫോട്ടോ ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കരിമ്പിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ മന്ദിറാണിത്. നമ്മൾ ഇത് നോക്കിയിരുന്നു, നോക്കിക്കൊണ്ട് നല്ല ഭംഗി. എന്ത് ഭംഗിയാന്ന് പറയുന്നത്, ഇത് ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗി. പക്ഷെ ഇത് $150 അയാൾ പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കി അവസാനം നമ്മൾ അല്ല ഇത് അങ്ങനെ ഞങ്ങള് പറഞ്ഞ അവസാനം 2 എണ്ണം ഞാനും റോഷനും ഓരോന്ന് വാങ്ങാൻ തന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതാന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടതായിട്ട്. ഇതിന് അവസാനം ഇയാളൊരു $45 എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അവസാനം നമ്മൾ 2 എണ്ണം $50 നോക്കി. പിന്നെ റോഷന് അവസാനം ലാസ്റ്റ് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് 1 മാത്രം മതി. പിന്നെ അയാൾ ഈ 30 പറഞ്ഞു. പിന്നെ അവസാനം ഒരേപോലത്തെ സാധനം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ലെഫ്റ്റിലേക്ക് പോകുന്ന സാധനമായിരുന്നു വേണ്ടത്. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ 1 എടുത്തു. $25. ഇത് 5 days വേണം ഇത് പെയിൻറ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി കാണിച്ചിട്ട്
ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ 5 ദിവസം വേണമെന്നാണ് പറയുന്നത്. അതൊന്നും വേണ്ടി വരുമ്പോൾ എന്നാലും കുറച്ച് പണിയുണ്ട്. ഇത് കാരണം വെച്ചാൽ ഇത് സിൽക്കാണ്, ഈ സാധനം ഇത് സിൽക്കാണ്. പിന്നെ ഇത് ചെയ്തത് ഒരു കോഫീൻ്റെ കൊണ്ടുള്ള പെയിന്റിങ്. കോഫി, ടെമ്പറ, അക്വറ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഇത് പെയിന്റ് ചെയ്യുന്നത്. കോഫി മാത്രം ഉപയോഗിച്ചിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അത് നമ്മൾ മണക്കുകയാണെങ്കിൽ മണം മണത്തൊക്കെ. ഈ ട്രേഡിംഗ് ഡോംസിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് കംപ്ലീറ്റ് ആവില്ല. സിൽക്ക് റൂട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഈ ട്രേഡിംഗ് ഡോംസ്. ഈ സിൽക്ക് റൂട്ടിൽ ആക്റ്റീവായിട്ടുള്ള രാജ്യങ്ങൾ ഇറ്റലി, വെനീസ്, ചൈന, പേർഷ്യ, കാബുൾ, ഇന്ത്യ, ടർക്കി, മൊറോക്കോ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ്. അതുപോലെ വേറെ കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, അതായത് യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാരും ഏഷ്യയിൽ നിന്ന് വരുന്ന ആൾക്കാരും, ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഈ ബുഖാറ. ഈ ബുഖാറയിൽ ഇതുപോലെ ഒരുപാട് ട്രേഡിംഗ് ഡോംസ് ഉണ്ട്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർ അവരുടെ സാധനങ്ങൾ ഇന്ത്യക്കാർക്ക് വിൽക്കും. അതുപോലെ തന്നെ ഏഷ്യക്കാർ അവരുടെ സാധനങ്ങൾ യൂറോപ്യൻസിന് വിൽക്കും. ഈ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ബിൽഡിങ്, അതാണ് ഈ ട്രേഡിംഗ് ഡോംസ് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് ഡോമിൽ വെച്ചിട്ടാണ് ഇവർ ഈ കച്ചവടങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതായത് ബുഖാറ ഒരു ഫെസിലിറ്റി പ്രൊവൈഡറാണ്. നമ്മളുടെ ചരക്ക് സ്റ്റോർ ചെയ്യാനും അത് കൃത്യമായിട്ട് വിൽക്കാനും അതുപോലെ തന്നെ പുതിയ ചരക്ക് വാങ്ങാനും അത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഉള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡറാണ്. അതിന് അവരൊരു ഫീസ് വാങ്ങും. അതായിരുന്നു അവരുടെ മെയിൻ ഇൻകം. 10-15 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്യാനായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം 1-1.5 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മളെ ഡ്രൈവർ എത്തി. സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് വാട്ട് ഇസ് ദിസ്? Universal Sport Complex. യൂണിവേഴ്സൽ സ്പോർട്സ് കോംപ്ലക്സ്. ഓപ്പൺ ആയിട്ടില്ല അല്ലേ? നോട്ട് ഓപ്പൺ. Not open. Closed. ബുഖാറ സിറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെറിയൊരു സിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സിറ്റി വിട്ട് ഇതുപോലുള്ള ഗ്രാമപ്രദേശത്തെത്തും. നമ്മൾ പോയ ടൈം അതായതുകൊണ്ടോന്ന് അറിയില്ല, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനറിയും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവ്. നമ്മൾ എത്തിയത് ബഹ അൽദീൻ മുഹമ്മദ് അൽ നസ്ബന്ദി കോംപ്ലക്സിലേക്കാണ്. ഇദ്ദേഹം 14-ാം നൂറ്റാണ്ടിൽ 1389 ഏകദേശം ആ സമയത്ത് ജീവിച്ച ഒരാളാണ്. ഇദ്ദേഹം സൂഫീസത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂഫീസത്തിലത്തെ ഓർഡർ അതിന് നസ്ബന്ദി എന്നാണ് പറയുക. ആ നസ്ബന്ദി അല്ലെങ്കിൽ ആ ഓർഡർ റിഫൈൻ ചെയ്ത് ഇദ്ദേഹമാണ് പോലും. ഇവിടത്തേക്ക് അധികം ആൾക്കാരും വിടുന്നത് പ്രാർത്ഥിക്കാനാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു ചാർജും ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവറും പറഞ്ഞു, നിങ്ങൾക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് കയറണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയില്ല. നിങ്ങൾക്ക് സൂഫിയിസത്തിലും അതിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേ ബി യു ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടും സൂഫീസത്തിനെ കുറിച്ചിട്ടും അവരുടെ സ്ലോഗനെ കുറിച്ചിട്ടും പിന്നെ അതിന് ശേഷം വന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് പോസ് ചെയ്ത് വായിക്കാം. ഇതിന് ചുറ്റും ഭംഗിയുള്ള ഗാർഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പൂക്കളുണ്ട്. ഞാനിത് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു. നമ്മൾ ഇതിലേ കൂടെ നടന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. ഇറ്റ് വാസ് വെരി റിഫ്രഷിങ്.
ഗ്രേപ്പിൻ്റെ ചെടി എന്നാ പറഞ്ഞത്. പക്ഷെ ഗ്രേപ്പ് വള്ളിയല്ലേ? കോട്ടൺ ട്രീ ആണ്. കേറിയില്ല. വെള്ളം പ്രശ്നത്തിൽ ചില സമയത്തില്ലേ ഏത് വെള്ളം ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ പച്ചക്കറി കോട്ടൺ ഇതൊക്കെ കാണുമ്പോഴേ ഡ്രൈവർ വണ്ടി നിർത്തിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ അടുത്ത് പോയി തൊട്ട് ഫീൽ ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് സിത്തോരി ഈ മൂക്കി ഖൂസി പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ കഴിഞ്ഞ ഡെസ്റ്റിനേഷനിൽ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് അത്രേ ഉള്ളൂ. ഇതൊരു സമ്മർ പാലസ് ആണ്. നമ്മളിവിടെ വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. ആ ക്ലൈമറ്റ് നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ബുഖാറയിൽ സമ്മർ നല്ല ശരിക്കും ചൂടാണ്. ഏകദേശം 40-41 വരെയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ സമയത്ത് അമീറിന് വന്ന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സമ്മർ പാലസ്. ഈ സമ്മർ പാലസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതും ഒരു വിചിത്രമായിട്ടാണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മീറ്റ് ഒരേ സമയത്ത് ഈ ബുഖാറയുടെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയിടും. എന്നിട്ട് ഏറ്റവും അവസാനം റോട്ടഡ് ആവുന്ന മീറ്റ് എവിടെയാണ്, ആ സ്ഥലമാണ് ഈ സമ്മർ പാലസിന് വേണ്ടിയിട്ട് ഇവർ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണിത്. നിങ്ങളിവിടെ സമ്മറിലാണ് വരുന്നതെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വിൻ്ററിലും വരാട്ടോ. അതേപോലെ തന്നെ നല്ല മയിലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയാനുള്ളത്, നമ്മളിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഫുള്ളായിട്ട് നമ്മൾ കറങ്ങിയിട്ടാകുമ്പോൾ ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചർ ഉണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ആർക്കിടെക്ചറാണ് ഈ സമ്മർ പാലസ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർ പാലസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കുറേ ആർക്കിടെക്ചറിനെ റഷ്യയിലേക്കും ജപ്പാനിലേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈസ്റ്റേണിൻ്റെയും വെസ്റ്റേണിൻ്റെയും ഒരു മിക്സ്ഡ് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടും. അതിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു കൂൾ വൈബാണ്. ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ചില സൈഡിൽ. നടക്കേണ്ടവർക്ക് നടക്കാം, അല്ല നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ നല്ല ബെഞ്ചസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ വെച്ചിട്ട് ദുബായിൽ നിന്ന് വന്ന കുറേ മലയാളികളെയും കണ്ടു കേട്ടോ. അവരുടെ ഫൂട്ടേജ് ഒന്നും ഇതിൽ കാണുന്നില്ല. ഇവിടെ വരികയാണെങ്കിൽ ഡേ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ്. ബുഖാറയെ സംബന്ധിച്ചിടത്തോളം കച്ചവട വീട്ടിൽ ഒരു പരിപാടി ഒരുക്കില്ലല്ലോ. ഈ സമ്മർ പാലസിൻ്റെ സൈഡിലും ഒരുപാട് പേര് ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ബുഖാറ ട്രേഡിംഗ് ഡോമിൻ്റെ ആ ഏരിയയിനേക്കാളും കുറച്ചും കൂടി പ്രൈസിയാണ് ഇവിടുത്തെ സാധനങ്ങൾ. ഇനി ക്വാളിറ്റി വൈസ് അറിയില്ല കേട്ടോ, ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണോ പ്രൈസ് കുറച്ച് കൂടിയതെന്ന് പറയാൻ പറ്റില്ല. ചെറി ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോണ്ടും ഉണ്ട്. ഇതിലൊരു ഫൗണ്ടൈനും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു. ഈ സാധനത്തിൻ്റെ മേലെ കയറാൻ പറ്റുമോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. മേ ബി പണ്ട് രാജാക്കന്മാർ ഇതിൻ്റെ മേലെ നിന്നിട്ട് കാഴ്ചകൾ കാണുന്ന സ്ഥലമായിരിക്കും. ഈ സമ്മർ പാലസിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ മ്യൂസിയമാണ്. ഏറ്റവും അവസാനത്തെ അമീറിൻ്റെ സമ്മർ പാലസാണിത്. നേരത്തെ പറഞ്ഞ പോലെ ബുഖാറയിലെ ഏറ്റവും ബെസ്റ്റ് ക്രാഫ്റ്റ്മെൻസിനെയും അതേപോലെ തന്നെ റഷ്യൻ എഞ്ചിനീയേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ഈ സമ്മർ പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴയ സമ്മർ പാലസ് അതിപ്പോൾ ഇല്ല കേട്ടോ. അതുണ്ടാക്കിയ ഏകദേശം 18-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഈ സമ്മർ പാലസ് ഉണ്ടാക്കിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഗ്ലാസസ് ആണ്. പലതരത്തിലുള്ള കളേർഡ് ഗ്ലാസസ് ആണ്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഷാൻഡ്ലിയേഴ്സ് ഉണ്ട്, ടൈൽസ്, മിറേഴ്സ്. ഇതൊക്കെ കൊണ്ടുവന്നത് ഡച്ച് എന്നാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നെതർലാൻഡ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഫേർണിച്ചേഴ്സ് ഇതൊക്കെ കൊണ്ടുവന്നത് റഷ്യ എന്നാ പോലും. എനിക്ക് ഇത്ര ഇൻഫർമേഷൻസ് ഉള്ളൂ ഈ സമ്മർ പാലസിനെ കുറിച്ചിട്ട്. ബട്ട് യു ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് മെയ്ഡ്. സോ എൻജോയ് വാച്ചിങ് റെസ്റ്റ് ഓഫ് ദ പാലസ്. ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഓഫ് ഫ്രം ബെങ്കി. ബുഖാറയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട്
അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സി യു. And before you go, please don't forget to like and subscribe my channel, Benki.